ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ പാകിസ്ഥാൻ തീവ്രവാദികളോടൊപ്പം വേഷം മാറി താമസിച്ച് രഹസ്യങ്ങൾ ചോർത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? വർഷം 2004. മേജർ മോഹിത് ശർമ്മ എന്ന ഇന്ത്യൻ പട്ടാളക്കാരൻ ഒരു രഹസ്യ ദൗത്യം ഏറ്റെടുക്കുന്നു. ദൗത്യം ഇതായിരുന്നു: പാകിസ്ഥാനിലെ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന തീവ്രവാദികളിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് ഇന്ത്യയെ തീവ്രവാദികളിൽ നിന്ന് സംരക്ഷിക്കണം. ഈ ദൗത്യം ഏറ്റെടുത്ത മോഹിത് ശർമ്മ തന്റെ മുടിയും താടിയും നീട്ടി വളർത്താൻ തുടങ്ങി. എന്നിട്ട് പാകിസ്ഥാൻ തീവ്രവാദികളുടെ വേഷവും എല്ലാം അനുകരിച്ച് ഒരു വ്യാജ പേരുമായി പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി തീവ്രവാദികളുമായി സൗഹൃദത്തിലായി. അതിനുശേഷം തീവ്രവാദികളോട് കൂടുതൽ സൗഹൃദത്തിലാവുന്നതിന് വേണ്ടി ഇന്ത്യൻ ആർമി എന്റെ ശത്രുവാണ്, ഇന്ത്യൻ ആർമിയാണ് എന്റെ സഹോദരനെ കൊന്നത്, അതിനാൽ എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്ന് തീവ്രവാദികളോട് പറഞ്ഞു. അതിനുശേഷം തീവ്രവാദികൾ അവരുടെ പദ്ധതികളെ കുറിച്ച് മോഹിത് ശർമ്മയോട് പറയാൻ തുടങ്ങി. അങ്ങനെ തീവ്രവാദികളുടെ പക്കൽ നിന്നും എങ്ങനെയാണ് അവർ ആക്രമണം നടത്താൻ പോകുന്നതെന്നും അവരുടെ ആയുധങ്ങളെ കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും രഹസ്യമായി ചോർത്തിയെടുത്തു. അതിനുശേഷം ആർക്കും സംശയമൊന്നും തോന്നാതെ ഒറ്റയ്ക്ക് തന്നെ 2 തീവ്രവാദികളെയും വധിച്ച ശേഷം തിരികെ ഇന്ത്യയിലെത്തി. അത് കഴിഞ്ഞ് 2009 ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന ഇൻഫർമേഷൻ ലഭിക്കുന്നു. തീവ്രവാദികൾ ഇന്ത്യയിൽ വലിയൊരു ആക്രമണം പദ്ധതിയിടുകയായിരുന്നു. ഇതറിഞ്ഞ മേജർ മോഹിത് ശർമ്മ ഉൾപ്പെടുന്ന ടീം ജമ്മുവിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ തീവ്രവാദികൾ വെടിവെക്കാൻ തുടങ്ങി. ആ വെടിവയ്പിൽ നിരവധി സൈനികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സൈനികരെ തന്റെ ജീവൻ പോലും നോക്കാതെ മേജർ മോഹിത് ശർമ്മ രക്ഷപ്പെടുത്തി. അതിനുശേഷം തീവ്രവാദികളുമായി ഒറ്റയ്ക്ക് ഏറ്റുമുട്ടുകയും 4 തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു. എന്നാൽ 5ാമത്തെ തീവ്രവാദിയെ വകവരുത്തുന്നതിനിടയിൽ മേജർ മോഹിത് ശർമ്മയ്ക്ക് വെടിയേറ്റ് ജീവൻ നഷ്ടമായി. തന്റെ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ തീവ്രവാദികളുമായി ഏറ്റുമുട്ടി 31ാം വയസ്സിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികൻ മേജർ മോഹിത് ശർമ്മയ്ക്ക് പ്രണാമം.